നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകരക്കൂറാണല്ലോ. മകരക്കൂറുകാർക്ക് 5-ൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണ്. ഈ മാസത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കും. കാരണം ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. 7 ശനി മാറി എന്ന് പറയുന്നൊരു ഗുണവും ഉണ്ട്. ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. ബുധശുക്ര യോഗമുണ്ട്. അതിൽ 14-ാം തീയതി വരെ സൂര്യനും ഇഷ്ടസ്ഥാനത്ത് 3-ാം ഭാവത്തിൽ തന്നെയാണ്. അപ്പോൾ നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുള്ള മാസമാണ്. മക്കൾക്ക് വിദേശയോഗം പോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ശനി മീനൻ രാശിയിൽ നിൽക്കുന്ന അവനവന് തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനും സാധിക്കുന്നതാണ്. എന്നാലും രാഹുകേതുക്കളുടേതായിരിക്കുന്ന ഒരു ബന്ധനാവസ്ഥയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ചൊവ്വ നിവർത്തി സ്ഥാനത്താണ്. അപ്പം ബാധകാധിപതിയായിട്ട് 4-ാം ഭാവാധിപതി നിവർത്തി സ്ഥാനത്ത് നിന്ന് വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ടാണ് നിവൃത്തി സ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ മാസത്തിൻ്റെ അവസാന കാലത്തൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ലഗ്നാൽ 4-ൽ നിൽക്കുന്ന സൂര്യനാണ് 14-ാം തീയതിക്ക് ശേഷം. അപ്പോൾ 14-ാം തീയതിക്ക് ശേഷം വീട് വിട്ട് നിൽക്കുകയും വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം അടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനും ഇടവരും. ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് അപ്രിയമായിരിക്കുന്ന സമയമാണ്. കാരണം 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് കാരണം കൊണ്ട് ചെറിയ തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ദേഷ്യം എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത. അപ്പോൾ ദാമ്പത്യ സുഖക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. 4-ാം ഭാവാധിപതി നിവൃത്തി സ്ഥാനത്താണ്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, വഴി പ്രശ്നമോ അതിർത്തി പ്രശ്നമോ മറ്റെന്തെങ്കിലും കുറച്ചൊരു സ്വസ്ഥതക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന വരുമാനമുണ്ടാകാൻ യോഗമുണ്ട്. കാരണം കർമാധിപതി ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കർമ്മത്തിൽ നല്ല അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകാനൊക്കെ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ സഹായ സ്ഥാനാധിപതി പരിവർത്തന യോഗം ചെയ്താൽ നിൽക്കുന്നത്. സഹോദര ഗുണം നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ നല്ല സഹായങ്ങൾ, പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് പോലും സഹായങ്ങളും നമ്മളോട് നല്ല അനുഭാവമൊക്കെ മറ്റുള്ളവർ പ്രകടിപ്പിക്കുന്ന അവസ്ഥ കാര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നതാണ്. സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. പ്രധാനമായിട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കണം. 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയോ അല്ലെങ്കിൽ കേതു പൂജയോ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് രോഗാവസ്ഥയോ അതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുക, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ പിതൃസ്ഥാനത്ത് അച്ഛൻ, അമ്മ അതുപോലെ തന്നെ പ്രായമായവർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പിതൃസ്ഥാനത്തുള്ളവർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തിക വർധനവിന് നല്ല യോഗമുള്ള സമയമാണ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുണ്ടാകുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിയും. തുറന്ന മനസ്സുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഈ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.